ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ചെറിയൊരു തൊണ്ടടപ്പും മൂക്കടപ്പും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. രാവിലെ എണീറ്റ് വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാതെ റൂമിൽ നിന്ന് മെല്ലെ ഒന്ന് ഇറങ്ങി പോരാനുള്ള തന്ത്രപ്പാടിലാണ് ഞാൻ. വിഷ്ണു രാവിലെ എപ്പോഴോ എണീറ്റിക്കുന്നു കേട്ടോ. എൻ്റെ സ്വപ്നങ്ങളിലൊരു ജീവിതമാണ് വിഷ്ണു ഇപ്പോൾ രാവിലെ ജീവിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രി കുറച്ച് നേരത്തെ കടന്ന് രാവിലെ ഒരു 5-5:30 എണീക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വർഷങ്ങളോളം ആ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ ഞാൻ അങ്ങോട്ട് എത്തിയിട്ടില്ല. രാത്രി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ലേറ്റ് ആവും, രാവിലെ എണീക്കാനും ലേറ്റ് ആവും. പക്ഷെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 3-3.5 ആഴ്ചയായിട്ട് വിഷ്ണു രാവിലെ ഒരു 5-5:30 എണീക്കുന്നുണ്ട്. രാത്രി നമ്മളൊരു 2 മണിക്കൂറിൽ ചെയ്യുന്ന കാര്യം വിഷ്ണുവിന് രാവിലെ 1 മണിക്കൂർ ചെയ്യാൻ പറ്റുന്നതാണ് വിഷ്ണുവിൻ്റെ വാദം. ഞാൻ ആക്ച്വലി +2 പഠിക്കുന്ന സമയത്തൊക്കെ ഞാനും രാവിലെ ഒരു 4-4:30 എണീറ്റ് പഠിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ശീലം പോയി. അത് കൊണ്ടുവരാൻ എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല. ആഗ്രഹമുള്ളൊരു കാര്യമാണ് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത്. പുറത്ത് ഇത്ര അധികം വെളിച്ചം കാണുന്നുണ്ടെങ്കിലും സമയം ഒരുപാട് ലേറ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. ഒരു 6:45-7 മണി ആവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ വെളിച്ചം കുറച്ച് കൂടി വരുന്നുണ്ട്. രാവിലെ സൺറൈസ് ഇപ്പോൾ നേരത്തെ ആയിട്ടുണ്ട്, സൺസെറ്റ് കുറച്ചിങ്ങനെ ലേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമ്മറിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാ ദിവസവും രാവിലെയും രാത്രിയും എത്ര തിരക്കാണെങ്കിലും ഞാൻ എൻ്റെ ചെറിയൊരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊരു 8-9 സ്റ്റെപ്പുള്ളൊരു സ്കിൻ കെയർ ഒന്നുമല്ല, വളരെ മിനിമലായിട്ട് കുറച്ച് പ്രൊഡക്ട്സ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൊരു സ്കിൻ കെയർ. ഈ ഒരു സ്കിൻ കെയർ സത്യം പറഞ്ഞാൽ എൻ്റെ സ്കിന്നിനും മുഖത്തും ഒക്കെ കൊണ്ടുവരുന്ന മാറ്റത്തിനേക്കാളും എനിക്ക് എൻ്റെ മനസ്സിന് കൊണ്ടുവരുന്ന ഒരു മാറ്റത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് തോന്നാറ് കേട്ടോ. രാവിലെയും രാത്രിയും കുറച്ച് നേരാന്നുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് പ്രോപ്പറായി സ്കിൻ കെയർ ഒക്കെ ചെയ്ത് മുടിയൊക്കെ ചീകി ഒതുക്കി പ്രസൻറ്റബിൾ ആയിട്ടൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ എന്നെ ഓർക്കുന്നു എന്നുള്ളൊരു റിമൈൻഡറിലാണ് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ ചെറിയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ് കേട്ടോ ഇത്. വേറെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിക്കൊക്കെ ഒരു ദിവസം കിടക്കുന്നതിൻ്റെ മുന്നേ ഒരു 5 മിനിറ്റ് എന്നെ കെയർ ചെയ്തും കൊണ്ട് ഞാനൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നു. അതെനിക്ക് വളരെ പോസിറ്റിവിറ്റി തരുന്നൊരു കാര്യമാണ്. ഹലോ ഗൈസ്, എനിക്ക് അന്ന് പിടിപെട്ട എൻ്റെ പനി ജലദോഷം മുഴുവനായിട്ട് മാറിയിട്ടില്ല. ഇത് വല്ലാത്തൊരു വൈറസ് കേട്ടോ. അതായത് തൊണ്ടയൊക്കെ പൊളിയുന്ന വേദന, തലയൊക്കെ നല്ല സുഖമായിട്ടിരിക്കുന്നുണ്ട്, ടെമ്പറേച്ചറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു വൃത്തികെട്ട അവസ്ഥയെ കൂടിയാണ് കഴിഞ്ഞ 4-5 ദിവസമായിട്ട് പോകുന്നത്. ഇന്നത്തേക്ക് ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആവുമെന്നാണ് വിചാരിച്ചത്. എണീറ്റപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. പക്ഷേ വലിയ സുഖമില്ല. റെഡി ആവുമായിരിക്കും. എണീറ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇവിടുത്തെ GP പറയുന്ന പോലെ പാരസെറ്റമോളൊക്കെ കഴിച്ച് ഡേ ഒന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കണം. പക്ഷെ വല്ലാത്തൊരു ജാതി വൈറസ് ഒരു 5-6 ദിവസമായി ഒരു പൊടിക്ക് കുറയാതെ പിടിച്ചു വെക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ റാൻഡമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ വായിച്ചൊരു കോട്ടായിരുന്നു കേട്ടോ. ഒരു സർവേ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോട്ടായിരുന്നു. നമ്മുടെ കരിയർ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ആരെ കല്യാണം കഴിക്കുന്നു എന്നുള്ളത്. ആ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ കല്യാണത്തിന് ശേഷം ആൾക്കാർക്ക് കരിയറിൽ ഒന്നെങ്കിലും ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ അവർ താഴ്ത്തോട്ട് വരുന്ന കാണാറുണ്ട്. നമ്മുടെ പാർട്ട്ണർ നമ്മളെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു, പേഴ്സണൽ ലൈഫ് എത്ര പീസ്ഫുൾ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ കരിയറിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. ഇതാ സർവേയിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ ആണ് കേട്ടോ പറയുന്നത്. ഇതിനെക്കുറിച്ചിട്ട് ആധികാരികമായി മുഴുവൻ സംസാരിക്കാനോ എല്ലാ ആൾക്കാർക്കും ഇത് എങ്ങനെയാണെന്ന് പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഇത് മാപ്പ് ചെയ്തപ്പോൾ എനിക്ക് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഞാൻ വിഷ്ണുവിനെ മീറ്റ് ചെയ്യുന്നത് എൻ്റെ കരിയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് കേട്ടോ. ബൈജൂസ് ജോലി റിസൈൻ ചെയ്ത് ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ വേണ്ടി ടിക്ടോക്ക് ചെയ്തൊരു സമയം, അതും ടിക്ടോക്കിൽ എൻ്റെ വീഡിയോസ് ആരും കാണാത്തൊരു സമയം. അത്രയും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന എന്നെ ഒന്നും ചെയ്യാത്ത ഒരാളായിട്ട് വീട്ടിലിരുത്താൻ വേണ്ടിയിട്ട് ആക്ച്വലി ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷെ ഞാൻ വർക്ക് ചെയ്യണമെന്നും ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്നും എനിക്ക് പല കാര്യങ്ങളിൽ വ്യക്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടും ഒക്കെ വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതിനേക്കാളും കൂടുതൽ അത് ആഗ്രഹിച്ചിരുന്നു വിഷ്ണുവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് തൊട്ട് എവിടെയൊക്കെ ഞാൻ ഏതൊക്കെ റോളിൽ വർക്ക് ചെയ്തോ അവിടെയൊക്കെ എനിക്ക് എത്രത്തോളം സപ്പോർട്ട് ഒരാൾക്ക് തരാൻ പറ്റും അതിൻ്റെ മാക്സിമം വിഷ്ണു എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പോഴും ഒരു ദിവസം രാവിലെ തുടങ്ങുമ്പോൾ ഒരു ഡേ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാനും എന്നെ കൂടുതൽ അംബീഷ്യസ് ആക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചും പറഞ്ഞുമൊക്കെ ഗൈഡൻസ് തന്നും വിഷ്ണു ഒരു ദിവസം തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഒരു 8-9 മാസമുള്ള കുട്ടീനെ വെച്ച് വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും അത് വോയിസ് ഓവർ ചെയ്യലും പോസ്റ്റ് ചെയ്യലും ഒന്നും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലല്ലോ. പക്ഷെ എനിക്കത് വലിയ തിരക്കേടില്ല എന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ റീസണേ ഉള്ളൂ, അത് വിഷ്ണുവാണ്. ഇതെന്തോ എനിക്കിന്ന് രാവിലെ ഇവിടെ പറയണം തോന്നി, ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ആ കേട്ടത് യുവിയുടെ കരച്ചിലാണ്. യുവി എണീറ്റിട്ടുണ്ട്. നമുക്ക് മെല്ലെ പോയിട്ട് അവനെന്നെ എടുത്തോട്ട് വരാം. Good morning.
സണ്ണൊക്കെ വന്നു ഉണ്ടോ പുറത്തുണ്ടോ ഉജ്ജ്വലമായി സണ്ണക്കുന്നത്. രാവിലെ എണീറ്റ ഉടനെ ഈ കുഞ്ഞു മക്കളുടെ മുഖം എന്തൊരു ഹാപ്പി ആയിരിക്കുമല്ലേ, ഭയങ്കര പ്ലസന്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മളെപ്പോലെ ഇത്ര അധികം ബാഗേജസ് ഒന്നും ഇല്ലാതെ എണീക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്കൊരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഇനി അത് ചെയ്യണ്ടേ ഇത് ചെയ്യണ്ടേ, ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി ചെയ്യാനില്ലേ, ഇനി ഒരുപാട് കാര്യങ്ങൾ വേറെ നോക്കാനില്ലേ ആലോചിക്കാനില്ലേ, ഇങ്ങനെയായിരിക്കുമല്ലോ എപ്പോഴും നമ്മളൊക്കെ എണീക്കുന്നത്. പക്ഷെ ഇവർ വളരെ പ്ലസൻ്റായി വളരെ ഹാപ്പിയായി ഒരു ദിവസം കണ്ണു തുറക്കുമ്പോൾ ഭയങ്കര രസമാണ് ഇവരുടെ മുഖത്തോട്ട് നോക്കാൻ വേണ്ടിയിട്ട്. യുവീനെ രാവിലെ എണീറ്റ ഉടനെ ജസ്റ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആക്കാറുണ്ട്. ഇനിയിപ്പം മെല്ലെ 2 കുഞ്ഞിപ്പല്ല് താഴെ വന്നു തുടങ്ങിയിട്ടുണ്ട്, പുറത്തോട്ട് എത്തി തുടങ്ങുന്നേ ഉള്ളൂ. അതൊന്നും ഇനി വല്ല രാവിലെ തേച്ചൊക്കെ തുടങ്ങണം. രാവിലെ സത്യം പറഞ്ഞാൽ ഞാനും വിഷ്ണുവും കൂടെ ചെറിയ രീതിയിൽ ഒരു അടി ഉണ്ടായി ടേണൊക്കെ എടുത്തിട്ടാണ് രാവിലെ യുവീനെ പോയി എടുക്കാറ്. കാരണം നമുക്ക് 2 പേർക്കും ഒരുപോലെ ഇഷ്ടമാണ് യുവീനെ രാവിലെ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷനുള്ള കാര്യമാണിത്. ഇന്നലെ രാത്രി പക്ഷേ യുവി ബോയ്ക്ക് ചെറിയൊരു ചീമൂടുള്ള രാത്രിയായിരുന്നു കേട്ടോ. സാധാരണ അവൻ നന്നായി കിടന്നുറങ്ങാറുണ്ട്. ഇന്നലെ ഒരു 4-5 തവണ എണീറ്റ് കുറച്ചു നേരം കരയും വാശി പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്ഷീണം അവനുണ്ടോന്ന് അറിയില്ല, പക്ഷെ എനിക്കും ഇഷ്ടം നല്ലോണം ഉണ്ട്. കുറച്ചേരം നമ്മൾ താഴെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് യുവി പാലൊക്കെ കുടിച്ചതിന് ശേഷം യുവിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും കേട്ടോ. നമ്മൾ ഡയപ്പറൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇന്ന് യുവിക്ക് ഡേ കെയറിലൊരു ദിവസമാണ്. യുവിക്ക് തുടക്കത്തിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു കേട്ടോ ഡേ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം അത് ഹാഫ് ഡേ ആയിരുന്നു, പിന്നെ അവൻ കംഫർട്ടബിൾ ആയി കഴിഞ്ഞപ്പോൾ 1 ഡേ ആക്കി. ഇപ്പം അത് സ്ലോലി 2 ഡേയ്സ് ആക്കിയിട്ടുണ്ട്. രാവിലെ 7 മണിക്കാണ് അവൻ്റെ ഡേ കെയർ തുടങ്ങാറ്. വൈകുന്നേരം 6:15 വരെയാണ് സമയം വരുന്നത് കേട്ടോ. നമ്മൾ പക്ഷെ എപ്പോഴും കൊണ്ടാക്കുക ഒരു 9:30-10 മണിൻ്റെ ഉള്ളിലാണ്. വൈകുന്നേരം ഒരു 4-4:30 ആകുമ്പോൾ നമ്മൾ കൊണ്ടുവരും ചെയ്യും. അങ്ങനെ ഇന്ന ടൈമിംഗ് ഒന്നുമില്ല, നമുക്ക് വേണ്ട സമയത്ത് ആക്കും, വേണ്ട സമയത്ത് പോയി പിക്ക് ചെയ്യുകയും ചെയ്യാം. ഇവിടെ പൊതുവേ ഡേ കെയർ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പേരൻസിന് 2 പേരുടെയും സാലറി ഒക്കെ നോക്കിയിട്ട് മന്ത്ലി കുറച്ച് എമൗണ്ട് നമുക്കൊരു ടാക്സ് റിട്ടേൺ ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷെ എന്നാലും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ പേരൻസിന് 2 പേർക്കും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുട്ടീനെ നമുക്ക് കുറച്ച് നേരമെങ്കിലും നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടാക്കണം. അതുകൊണ്ട് തന്നെ 4 മാസം 5 മാസമൊക്കെ ആകുമ്പോൾ ഇവിടെ ഡേ കെയർ പിള്ളേർക്ക് സ്റ്റാർട്ട് ചെയ്ത് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പേരൻസിന് വർക്ക് ചെയ്യാൻ ടൈം കിട്ടുന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ പിള്ളേർ ഡേ കെയറിൽ പോകുമ്പോൾ അവരുടെ സോഷ്യലൈസ് ചെയ്യാനുള്ള കഴിവും അതിനൊപ്പം വേറെ കുറേ കാര്യങ്ങൾ റുട്ടീനിലോട്ട് വരുന്നതും ഒക്കെ എല്ലാ പിള്ളേർക്കും കണ്ടിട്ടുണ്ട്. ഒപ്പം യുവിയിലും ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് നല്ലോണം കാണാനുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ ഡേ കെയറിൽ രജിസ്റ്റർ ചെയ്തത് കേട്ടോ. ഒരു 2-3 ഡേ കെയർ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ പോകുന്ന ഡേ കെയർ തന്നെ കിട്ടണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ 8-9 മാസമൊക്കെയാണ് ചിലപ്പോൾ വെയിറ്റിംഗ് പീരീഡ് വരിക. പക്ഷെ നമുക്ക് വെയിറ്റിംഗ് പീരീഡിന് ശേഷം നമുക്ക് വേണ്ട സ്ഥലത്ത് തന്നെ കിട്ടിയെന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. പിന്നെ ഡേ കെയറിലോട്ട് അയക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ കൊടുത്തയക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവൻ്റെ ഫോർമുല ആണെങ്കിലും എക്സ്ട്രാ ഡ്രസ്സ് ആണെങ്കിലും ഡയപ്പർ ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അവർ തന്നെ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഈ ഫെസിലിറ്റീസിനെക്കാളൊക്കെ ഉപരി അവന് ഡേ കെയറിൽ പോകാൻ ഒരു ഇഷ്ടം ഉണ്ടാവുക, അല്ലെങ്കിൽ അവന് കരയാതിരിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളൊരു കാര്യം. പക്ഷേ എന്തായാലും അവന് ഡേ കെയർ പോകാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ നീറ്റ് അവനെ റെഡിയാക്കി കഴിഞ്ഞ് കാർ സീറ്റിൽ വെക്കുമ്പോൾ തന്നെ അവൻ ഭയങ്കര ഹാപ്പി ഫേസിലാണ് ഇരിക്കാറ്. ഇപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമായല്ലോ. ഡേ കെയറിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത് അവന് ടീച്ചറിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോഴും ഭയങ്കര സന്തോഷത്തിലാണ് അവർ കൈ കാണിക്കുമ്പോൾ ചാടിയൊക്കെ പോവാറ്. അത് പേരൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഭയങ്കര സമാധാനവും സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇന്നലെ രാത്രി 2-3 തവണ കരഞ്ഞതുകൊണ്ട് എന്നും എണീക്കുന്നതിനേക്കാളും കുറച്ച് ലേറ്റായിട്ടാണ് യുവിന്ന് എണീറ്റ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ഡേ കെയറിൽ കൊണ്ടാക്കിയാലോ എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഞാനൊരു ഗ്ലാസ് ചായ ഒന്ന് ഉണ്ടാക്കട്ടെ. 2 ഗ്ലാസ് ചായ ഉണ്ടാക്കട്ടെ. ഞാൻ സാധാരണ രാവിലെ ചായ കുടിക്കാറില്ല. പക്ഷെ ഇന്ന് രാവിലെ തൊണ്ടവേദനയൊക്കെ ഉള്ളത് കാരണം ഒരു ഗ്ലാസ് ചായ, ചൂടോടൊക്കെ ഒരു ഗ്ലാസ് ചായ കുറച്ചൊരു തൊണ്ടയ്ക്കും മനസ്സിനും ഒക്കെ ഒരു ആശ്വാസം തരുന്ന ഒരു കാര്യമായിരിക്കും. എൻ്റെ ചായ നല്ല പൊട്ട ചായയാണ് കേട്ടോ. അത് മാക്സിമം എനിക്കും വിഷ്ണുവിനും തന്നെ കുടിക്കാൻ പറ്റുള്ളൂ. ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു ചായയാണ്. സാധാരണ യുവിക്ക് ഡേ കെയറിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഡേ കെയറിൽ കൊണ്ടാക്കുള്ളൂ. കാരണം അവൻ ഉറങ്ങി എണീറ്റപ്പോൾ ലേറ്റ് ആയല്ലോ. അപ്പോൾ രാവിലെ പാല് കുടിച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിഞ്ഞിട്ട് മെല്ലെ ഒരു 10-10:15 ആകുമ്പോഴേ ഇന്ന് കൊണ്ടാക്കുന്നുള്ളൂ. ഈ ഡേ കെയറിൽ നമുക്ക് വേണ്ട സമയത്ത് കൊണ്ടാക്കും, വേണ്ട സമയത്ത് പിക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേക സമയമൊന്നുമില്ല. ഞാൻ അധികം ഇങ്ങനെ എന്തെങ്കിലും ഇവരെ ആക്കിയിട്ടാണല്ലോ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുഴുവൻ ചെയ്യാനുള്ള ഒരു അവകാശം കിട്ടുക. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ അവനെ യൂഷ്വലി പിക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ അവൻ ആക്ച്വലി കുറച്ചും കൂടെ ഡേ കെയറിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അവർ അപ്ലോഡ് ചെയ്യുന്ന പിക്ചേഴ്സിലൊക്കെ അവിടുത്തെ ടോയ്സും പിള്ളേരെയൊക്കെ ആയിട്ട് നന്നായിട്ട് ഇരിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ചില ദിവസം ഞാൻ മുഴുവൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് 5 മണിയൊക്കെ ആവും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പൊ ഇന്നെന്തായാലും അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്നൊരു മാങ്ങ കൊടുക്കാം. അത്യാവശ്യം തിരക്കേട്ടുള്ളൊരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. മാങ്ങയും റവിയും കൂടെ നമുക്ക് കൊടുക്കാം. തൊണ്ടയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പൊളിഞ്ഞിട്ടൊരവസ്ഥയാവുക, രക്ഷയില്ല. എന്തോ കാര്യത്തിന് ഇവർക്ക് വന്നിട്ടില്ല, വരരുതേന്നാണ് എന്റെ പ്രാർത്ഥന. വന്നാൽ പെട്ടുപോകുന്നൊരു തരം വൈറസ്. കഴിഞ്ഞ ആഴ്ച വാങ്ങിയ ഒരു 4-5 പഴം ഇങ്ങനെ കേട് വരാനായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ 4 പഴം വെച്ച് ഞാൻ ഒരു ബനാന ബ്രെഡ് ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. മാംഗോയും റവയും ആണ്. ഷിളപ്പാപ്പിക്ക് ഇഷ്ടമാണോ അത്? താലി കിട്ടിയത് ഇവിടെ നമുക്ക് അത്ര ഇഷ്ടമല്ല അല്ലേ? ഹേ ഷിളപ്പാപ്പ്, എനിക്ക് പാരസെറ്റമോൾ തന്നോളൂ. ഞാൻ പേരന്റിങ് തുടങ്ങിയതിന് ശേഷം എനിക്ക് ടഫായിട്ട് തോന്നിയിട്ടുള്ള 2 സമയങ്ങൾ, ഒന്ന് കുട്ടിക്ക് വയ്യായ വരുന്ന സമയം, ഒന്ന് നമുക്ക് വയ്യായ വരുന്ന സമയം, ഒന്ന് നമുക്ക് 2 പേർക്ക് കൂടെ ഒരുമിച്ച് വയ്യായ വരുന്ന സമയം. അപ്പൊ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സമയമാണ്. നമുക്ക് ഒരു എനർജി ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് ഇവനിങ്ങനെ വയ്യാതെ എവിടെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. നമുക്ക് സംസാരിക്കണം. അപ്പൊ അത് വെരി 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 ഡിഫിക്കൽട്ട്. ഇന്ന് രാവിലെ നീറ്റപ്പോൾ തൊട്ട് എനിക്ക് തലേക്ക് ഇങ്ങനെ വെട്ടിപ്പൊളിയാണ്. ഈ സമയത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അമ്മ ഒന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യട്ടോ. ലൈക്ക് വേറെ ഏതൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ അമ്മ എന്നുള്ളതുണ്ടല്ലോ, അതൊരു ഭയങ്കര ഭയങ്കര സംഭവമാണ് അല്ലേ വിഷ്ണു? അമ്മ ഇവിടെ വരും. ഞാൻ അമ്മേനോട് വളരെ ക്രൂരമായ പെരുമാറ്റമാണ് ശരിക്കും. അല്ല, സീരിയസ് ആയിട്ട് പറയാട്ടോ, അതൊരു ഭയങ്കര സംഭവമാണ്. നമുക്ക് വയ്യായ വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ അമ്മമാരെ മിസ് ചെയ്യാം. ഞാൻ എൻ്റെ +2 കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് പഠിത്തത്തിൻ്റെ ആവശ്യമായിട്ട് ജോലിയുടെ ആവശ്യമായിട്ടൊക്കെ എൻ്റെ 17 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ടില്ല. പക്ഷെ ഓരോരോ സമയത്ത് നമുക്ക് അസുഖം വരുമ്പോൾ ഭയങ്കരമായിട്ട് അമ്മേനെ മിസ് ചെയ്യും. വിഷ്ണു പറയുമായിരുന്നു, വിഷ്ണുവിന് നടുവേദന വന്ന സമയമുണ്ടല്ലോ, ആ സർജറിയും കാര്യങ്ങളൊക്കെ, അന്ന് താൻ പറഞ്ഞായിരുന്നില്ലേ ഭയങ്കരമായിട്ട് അമ്മേനെ മിസ് ചെയ്യണമെന്ന്. എൻ്റെ അമ്മേനല്ല, വിഷ്ണുവിൻ്റെ അമ്മേനെ. തുടങ്ങിയല്ലോ. അപ്പൊ ഭയങ്കരമായിട്ട് അമ്മേനെ മിസ് ചെയ്യുന്നു എന്നുള്ളത്. അമ്മ ഈസ് എ സംഭവം. അല്ല വഞ്ച് ഇവയ്ക്ക് അമ്മ ഒരു സംഭവമാണോടാ? സമയം ഏകദേശം 10:15 ഞാനിവനെ കൊണ്ടാക്കട്ടെ. സാധാരണ ഞാൻ പറഞ്ഞില്ലേ അവന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ തന്നെ ഉണ്ടാവാറുണ്ട്. ഇന്ന് ഇപ്പൊ ഇവന് എണീക്കാൻ ലേറ്റ് ആയത് കാരണം കുറച്ച് ഡിലേ ആയിട്ട് കൊണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇടങ്ങിയാലോ. യുവിയുടെ ഫേവറേറ്റ് ടീച്ചർ ഉണ്ട് അല്ലേ? എന്താ പേര്? മൊണീക്ക്. മൊണീക്കിനെ യുവിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഞാൻ അവനവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ മൊണീക്ക് കൈയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചാടി തുള്ളി അങ്ങോട്ട് പോകണതാണ് കേട്ടോ. എന്നിട്ട് മൊണീക്കിന്റെ മുടി പിടിച്ച് വലിക്കുക, അങ്ങനെയൊക്കെ ചെയ്യല്ലോ വിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൊണീക്കിന് തിരിച്ചു ഇങ്ങോട്ട് ഭയങ്കര കാര്യമാണ് കേട്ടോ. ഈ കുട്ടികളുടെ അടുത്ത് ഗുഡായിട്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ പൊതുവേ ഇങ്ങനെ ഡേ കെയറിലൊക്കെ വർക്ക് ചെയ്യാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ മൊണീക്ക് ടു ഗുഡാണ്. നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നും അവിടെ ആക്കിയിട്ട് നമ്മൾ വരുന്ന സമയത്ത്. ആക്കാന്ന് പറയുമ്പോൾ ഇവിടുന്ന് കഷ്ടി ഒരു 3-4 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോവാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിക്ക് ചെയ്യുകയും ചെയ്യാം അല്ലേ? ഉച്ചയ്ക്ക് ഇപ്പൊ ലഞ്ച് എന്തൊക്കെയാ കഴിക്കാന്ന് അറിയോ? കീൻവ കഴിക്കാറുണ്ട്, എന്തൊക്കെയോ പാസ്ത കഴിക്കാറുണ്ട്, ടൊമാറ്റോ സോസോ ബ്രോക്കലി സോസോ കൊക്കോ സോസ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഇതൊക്കെ കഴിക്കാറുണ്ടല്ലേ. അവിടുന്ന് അവർ കുറെ സ്വന്തം കഴിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവര് ഒറ്റയ്ക്ക് അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇപ്പൊ മൊത്തത്തിൽ ഡേ കെയറിൽ പോയതിനു ശേഷം ഇവര് നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ്, പേഴ്സണൽ ഗ്രോത്ത് കാണുന്നത് കേട്ടോ. ഒന്നീ പറഞ്ഞ പോലെ പ്രായത്തിന്റെ ഉണ്ടായിരിക്കും നല്ല റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ കാര്യങ്ങൾക്ക്. പിന്നെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഡേ കെയറിൽ അത്ര നേരത്തെ പോകുകൊണ്ടാണോ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്റ്റിൽ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇവൻ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ പിള്ളേർ 4 മാസത്തിലൊക്കെ തന്നെ ഡേ കെയറിൽ പോകും. ഇവൻ ഓൾമോസ്റ്റ് ഒരു 7-8 മാസമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവൻ ഭയങ്കര സോഷ്യലാണ്. അങ്ങനെ ആൾക്കാരുടെ വലിയ പരിചയക്കേടും കാര്യങ്ങളും പൊതുവേ ഇല്ല. അതൊരു വലിയ ആശ്വാസമാണ് കേട്ടോ. കാരണം നമ്മൾ അവിടെ ആക്കി വരുന്ന സമയത്ത് ഇവൻ ഹാപ്പി ആയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പിക്ക് ചെയ്യുന്ന സമയത്ത് അവൻ ഹാപ്പി ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. കരയുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വിഷമല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല.
വാഞ്ചിന് ഇഷ്ടമാണോ ഡേ കെയർ പോണേ? മുണീക്ക് എവിടെ? മുണീക്ക് എവിടെ? നമുക്ക് ഈ ഒരു വളവ് തിരിഞ്ഞ ഡേ കെയർ ആയി. നമുക്ക് അവിടെ തന്നെ കിട്ടണമെന്നുണ്ടായിരുന്നു. കാരണം നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വാം ഫുഡ് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡേ കെയർ അതായിരുന്നു. അപ്പോൾ അവിടുത്തെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നമുക്ക് എന്തോ ഭാഗ്യത്തിന് ഇവനൊരു 8-9 മാസമാകുമ്പോൾ കിട്ടി. യൂഷ്വലി അത് കുറച്ചും കൂടെ വെയിറ്റിംഗ് വരാറുണ്ട്. കാരണം ഇവിടെ അത്യാവശ്യം നല്ല വെയിറ്റിംഗ് ഉണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ബുക്ക് ചെയ്തിട്ടാണ് നമുക്കൊരു 7 മാസത്തോളം വെയിറ്റിംഗ് വന്നത്. അപ്പം ഞാൻ വല്ല പോയി ഇവനെ ആക്കിയിട്ട് വരാം. Let's go. Let's go. Let's go. Up. അവനെ ആക്കിയിട്ടോ. ഇവന്റെ ബേബി ഗ്രൂപ്പിൽ ഇവിടെ 8 പിള്ളേരും 2 ടീച്ചേഴ്സും ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാറുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നല്ല റുട്ടീൻ അവന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഡേ കെയറിൽ വരാൻ തുടങ്ങിയതിന് ശേഷം കറക്റ്റ് ഫുഡ് കഴിക്കുക, ഈ സമയത്ത് അവൻ ഉറങ്ങുക, പിന്നെ എണീക്കുക, പിന്നെ ലഞ്ച് കഴിക്കുക. ആ റുട്ടീൻ സെറ്റ് ചെയ്യാൻ ഡേ കെയർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളത് ഫോളോ ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോകാൻ. എൻ്റെ പാരസെറ്റമോൾ കുറേയൊക്കെ എഫക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. കുറേയൊക്കെ ബ്രീത്ത് ചെയ്യാനും തലവേദനയൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചെത്തി. ഈ സമയത്ത് ഞാൻ ഇനി കുറച്ച് വർക്ക് ചെയ്യണോ കുറച്ച് നേരം കിടക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആകെ മൊത്തം എനിക്ക് ഈ ഏരിയ അടഞ്ഞിരിക്കുകയാണ്. പക്ഷേ കുറച്ച് പണി ബാക്കിയുണ്ട്. യുവി ഡേ കെയറിൽ പോണ ദിവസങ്ങളിലാണ് മെയിനായിട്ടുള്ള എൻ്റെ കുറേ പണിയൊക്കെ എനിക്ക് ഒരു 7-8 മണിക്കൂർ അടുപ്പിച്ച് കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ ബ്രേക്കായിട്ടൊക്കെ വരും. ഇപ്പം മൊത്തത്തിൽ നമുക്കൊരു ടഫ് ടൈമാണ് കേട്ടോ. ഒന്ന്, എനിക്ക് അത്യാവശ്യം പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. യുവിക്കും ചെറുതായിട്ട് ജലദോഷമൊക്കെ ഒന്ന് തുടങ്ങിയ പോലെ തോന്നുന്നുണ്ട്. പിന്നെ വിഷ്ണുവിൻ്റെ ജോലിയിൽ ഇപ്പോൾ AI-യുടെ ഒരു ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത് കാരണം ചെറിയ പ്രൊഫൈൽ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കുറച്ച് ബിസി ആയിട്ടുള്ള സമയമാണ്. അപ്പോൾ ഇനി ഞാൻ എനിക്ക് തോന്നുന്നു കിട്ടുന്ന അവസരം നമ്മൾ മുതലെടുത്ത് കുറച്ച് നമുക്ക് പണിയെടുക്കാം. അതിനുശേഷം സമയം ഉണ്ടെങ്കിൽ കുറച്ച് നേരം കിടക്കാം. വിഷ്ണു 2 ലാപ്ടോപ്പൊക്കെ വെച്ച് ഒരു കോളിലാണ്. ഓഫീസ് കോളല്ല കേട്ടോ, വേറെ എന്തൊക്കെയൊക്കെയോ പഠനം റിലേറ്റഡ് ആയിട്ടുള്ള കോൾസ് ആൻഡ് പ്രിപ്പറേഷൻസ്. കഴിഞ്ഞ മീറ്റിംഗ് വിഷ്ണു ഇപ്പോൾ ജോലി എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വളരെയധികം ചെയ്യുന്നൊരു കാര്യം AI-നെ കൂടുതൽ ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അതൊരു ഉപരിതലത്തിൽ പറയാൻ എനിക്കറിയുള്ളൂ. കാരണം ടെക്നിക്കലായിട്ട് ബാക്കി ഇവരൊക്കെയാണ് നോക്കുന്നത്. ഞാൻ എത്രത്തോളം വിചാരിക്കുന്നു AI ടേക്ക് ഓവർ ചെയ്യുന്നു? വേണ്ട, എനിക്കന്നെ അറിയില്ല. മുഴുവൻ കേട്ടോണ്ടിരിക്കുക. ഞാനുണ്ടല്ലോ, എന്നെ കഴിഞ്ഞ വീഡിയോയില് ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. ഞാൻ യുവി ഡേ കെയറിൽ പോയി എന്നുള്ളത് വീഡിയോയിൽ പറയുമ്പോൾ നമ്മള് വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഇത്. അപ്പൊ എങ്ങനെ, അതായത് ഞാൻ വളർന്നു വന്നത് കേട്ടോ, എങ്ങനെ ആൾക്കാർ ഇത് എടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നമ്മൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആകുമ്പോൾ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് യുവി ഡേ കെയറിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ ഭയങ്കര ഞെട്ടിച്ചൊരു കാര്യമായിരുന്നു അതിന്റെ കമന്റ് സെഷൻ. ഈ കാണുന്ന കമന്റ്സ് എല്ലാം എനിക്ക് കാണാനുണ്ട്. ഇവിടെ കമന്റ്സ് പക്ഷെ അവര് കാണും. ഈ കാണുന്ന കമന്റ്സ് എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് കുട്ടി ഡേ കെയറിൽ പോകുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ട് വന്നതായിരുന്നു. കുട്ടിക്ക് സോഷ്യലൈസ് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ആവുന്നതും, കുട്ടി ഡേ കെയറിൽ പോകുന്ന സമയം പേരൻസിന് ആവശ്യമുള്ള സമയം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കിട്ടുന്നതും എല്ലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ എന്നെ കുറച്ച് തന്നെ എത്തിച്ചേർന്നു. ആൾക്കാർക്ക് അതിന്റെ റിയലിസ്റ്റിക് വ്യൂ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. പിന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് യുവീനെ ആദ്യമായിട്ട് ഡേ കെയറിക്ക് കൊണ്ടാക്കുന്ന ഒരു വീഡിയോ ആവുകൊണ്ടാണ് ഞാനിത് ഒന്നും കൂടെ അഡ്രസ് ചെയ്യാൻ കാരണം ഇത് എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് പുതിയൊരു കാര്യമായിരിക്കും കാണുന്നത്. ഒരു 8-9 മാസമുള്ള കുട്ടീനെ ഡേ കെയറിൽ കൊണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ രണ്ടുപേരും വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ മന്ത്ലി ഇൻകത്തിന്റെ മുകളിൽ തന്നെയാണ് നമ്മളെ ഫാമിലി മുന്നിലേക്ക് പോകുന്നത്. അപ്പോൾ യുവി ഫുൾ ടൈം വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും വർക്ക് ചെയ്യൽ പോസിബിൾ ആയിരിക്കില്ല. അതേപോലെ തന്നെ ഒരുപാട് ഫാമിലീസ് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഗവൺമെന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഡേ കെയർ. അവിടെ നല്ല കെയർ ആണ് കുട്ടിക്ക് കിട്ടുന്നത്. യുവി പോകുന്ന ഡേ കെയർ ഒക്കെ എനിക്കിവിടെ പോയിരിക്കാൻ തോന്നാറുണ്ട്. അത്രയും പ്രീമിയം ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ എല്ലാവരും മനസ്സിലാക്കി എന്നുള്ളതിൽ വളരെ സന്തോഷം. പക്ഷെ 1-2 കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. യുവിനെ ഡേ കെയറിലാക്കി ഞാൻ ജിമ്മിൽ പോയത് ശരിയായില്ല, യുവിയുടെ സന്തോഷത്തിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, വയസ്സാവുമ്പോൾ യുവി എന്നെയും ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കും എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒക്കെ ചിന്തയിൽ നമ്മൾ വളരേണ്ട കാലം
കഴിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ യുവി എന്നെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഒരു കൺസേൺ അല്ല. എൻ്റെ ഒരു റിട്ടയർമെന്റ് പ്ലാൻ ഒന്നും അല്ല യുവി അതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കണം എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. യുവിനെ എന്നെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് കൊടുത്ത് യുവിനെ വളർത്തുക എന്നുള്ളതിൽ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇൻ റിട്ടേൺ എനിക്ക് എന്ത് കിട്ടും എന്നുള്ളത് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. എന്ത് കിട്ടണം എന്നുള്ളത് ഞാൻ വാശി പിടിക്കുന്നുമില്ല. ആൻഡ് ഈ പറയുന്ന പോലെ എൻ്റെ അമ്മയും ഒക്കെ വർക്കിംഗ് ആയത് കാരണം അമ്മമ്മ അടുത്ത് ആക്കിയിട്ട് തന്നെയാണ്. അന്ന് അമ്മയ്ക്ക് ഒരാളെ വെച്ച് നോക്കാൻ ഒരു ഡേ കെയറിൽ കൊണ്ടാക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമ്മമ്മ അടുത്ത് ആക്കിയിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ അമ്മ സ്കൂളിൽ പോകാനെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളെല്ലാം വർക്ക് ചെയ്തിട്ട് അതിന് മാസത്തിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. വിഷ്ണുവിന്റെ അമ്മ അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അത് കാരണം അമ്മ എന്നെ വീട്ടിലാക്കിയിട്ട് അമ്മ ജോലിക്ക് പോയല്ലോ എന്നുള്ളതിൽ ഒരിക്കലും വിഷമിക്കുകയെല്ലാം ചെയ്തിട്ടില്ല. ഐ എം വെരി പ്രൗഡ്. അമ്മയുടെ കരിയറും അതിൻ്റെ ഒപ്പം അമ്മയ്ക്ക് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത്. അതേപോലെ തന്നെ യുവി വളർന്നൊരു പൊസിഷനിലെത്തുമ്പോൾ യുവിനെ നോക്കി വലുതാക്കിയതിന്റെ മുകളിൽ കരിയറും സമയവും ഒക്കെ വേണ്ടാന്ന് വെക്കുന്ന ഒരാളാവാനല്ല എനിക്ക് ഇഷ്ടം. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും. അത് 100% അംഗീകരിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എൻ്റെ കരിയറും പാഷനും സന്തോഷവും ഒക്കെ യുവി വളരുന്നതിന്റെ ഒപ്പം കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാവുമ്പോൾ എനിക്കൊരു ഹാപ്പി മദർ ആവാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഹെൽത്തിനൊക്കെ മുകളിൽ യുവിനെ എന്തൊക്കെ പറച്ചിലാണത്. നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിലാണ് യുവിനെ നോക്കാൻ തന്നെ പറ്റുള്ളൂ. നമ്മളൊരു 10-30 വയസ്സാകും മുട്ടുവേദനയും നടുവേദനയൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ യുവിക്ക് ഒരു 10-20 വയസ്സാകുമ്പോൾ ഞാൻ കിടപ്പിലാവില്ലേ? ഇപ്പൊ ഇതൊരു പ്രശ്നമില്ല. ഇവിടെ ഇപ്പൊ സമയം സ്പെൻഡ് ചെയ്യാൻ വരെ പറ്റുമോ? അല്ലേ? എന്താ പറയാനുള്ളത്? പക്ഷെ ഇതൊന്നും ചുമ്മാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ മെജോറിറ്റി ഓഫ് ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് അത് എടുക്കുന്നു. ഒരുപാട് പേര് ആ ഒരു പ്രാക്ടീസിലോട്ട് വരുന്നു എന്നുള്ളത് എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. നമ്മൾ കുറച്ച് ലേറ്റ് ആയി തോന്നുന്നു. അല്ല, ഇവര് വളർന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ആൾക്കാർ, ചുറ്റുമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്റെ വ്യൂവേഴ്സ് ഭയങ്കര അടിപൊളിയെന്ന് എനിക്കറിയാം. നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അങ്ങനത്തെ ആൾക്കാരല്ല. എനിക്ക് അതെപ്പോഴും ഒരു ഫീൽ കമന്റ് സെക്ഷനിൽ കിട്ടാറുണ്ട്. അല്ലേ? പഠിച്ച് നല്ല ജീവിതം. ഞാനിപ്പോൾ അധികം ഫ്രീസറിൽ ഇങ്ങനത്തെ കുറച്ച് ബർഗർ പാറ്റീസ് ഉണ്ടാക്കി വെക്കും കേട്ടോ. ഇതിൽ ചിക്കൻ ബ്രസ്റ്റാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഉള്ളി, ഗാർലിക് പൗഡർ, കൊറിയാൻഡർ, പിന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം കൂടെ ഇട്ടിട്ട് ഇതാവുമ്പോൾ ഇങ്ങനെ ഇന്നത്തെ പോലത്തെ ഏതെങ്കിലും ദിവസം കുക്ക് ചെയ്യാൻ വയ്യെങ്കിലോ അല്ലെങ്കിൽ ക്ഷീണമുള്ള ദിവസമൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലഞ്ചോ ഡിന്നറോ ആക്കാം. നല്ല ഫില്ലിങ്ങുമാണ്. ഞാൻ പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസും കൂടെ അടിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ പാറ്റി ഇങ്ങനെ പാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റവ് ക്ലീൻ ചെയ്യൽ പിന്നെ ഭയങ്കര ഒരു പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗ്രില്ലറിലാണ് ഞാനിപ്പോൾ ചെയ്യാറ്. തിരിച്ചു മറിച്ചു വിടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എനിക്കിങ്ങനെ ആ ബർഗറിൻ്റെ ആ പാറ്റിയുടെ മുകളിൽ ഇങ്ങനെ ചെക്സ് കിട്ടാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നു. ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് വരുന്ന സമയത്ത് തന്നെ രാത്രിക്കുള്ള ഡിന്നറും കൂടെ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കും കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഏർലി ഡിന്നറല്ലേ കഴിക്കാറ്. അപ്പോൾ ഒരു 7:30 ആകുമ്പോൾ മാക്സിമം നമ്മൾ ഡിന്നർ കഴിച്ച് തീരാറുണ്ട്. ശരിക്കും എൻ്റെ ആഗ്രഹം ഒരു 6:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ച് തീരുന്നു. യുവി ഒരു 6:45 ആകുമ്പോൾ കിടന്നുറങ്ങുന്നു. ഞാനൊരു 11 മണിയാകുമ്പോൾ കിടന്നുറങ്ങുന്നു. രാവിലെ 5 മണിക്ക് എണീക്കുന്നു. ഇതാണ് എൻ്റെ സ്വപ്നത്തിലൊരു ജീവിതം. പക്ഷെ അങ്ങോട്ട് ഞാൻ എത്തിയിട്ടില്ല. എത്തുമായിരിക്കും. എനിക്ക് കുറച്ചും കൂടെ നേരത്തെ എണീറ്റ് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ വിഷ്ണു നേരത്തെ എണീക്കാറല്ലേ? വിഷ്ണു ഒരു 5:30 ഒക്കെ എണീക്കാറുണ്ട്. പക്ഷെ വിഷ്ണു പറഞ്ഞിട്ട് ഭയങ്കര ചേഞ്ചാണ്. ഞാനും കമ്പാരിറ്റീവ്ലി നേരത്തെ എണീക്കുന്നത് 7-7:30 ഒക്കെ ആകുമ്പോൾ എണീക്കാറുണ്ട്. പക്ഷെ എനിക്ക് അതിലും ഒരു 5 മണിക്ക് എണീക്കുക എന്നുള്ളൊരു പ്രാക്ടീസിലോട്ട് എത്തണം. സ്ലോലി അങ്ങോട്ട് എത്തുമായിരിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ ലഞ്ച് ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു 7-7:30 ഉള്ളിൽ നമ്മുടെ ഡിന്നർ തീരും. പിന്നെ യുവി വന്ന് കുറച്ചു നേരം യുവിയുടെ ഒപ്പം ടൈം ഒക്കെ സ്പെൻഡ് ചെയ്ത് ഒരു 7 ഒക്കെ ആവുമ്പോ യുവിനെയും കിടത്താറുണ്ട്. നമ്മുടെ കിച്ചണിൽ ചെയ്ത ഏറ്റവും ഒരു അടിപൊളി കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റവിന്റെ തൊട്ട് താഴെ ഈ ഒരു സ്പൈസസ് എല്ലാം വെച്ചു എന്നുള്ളതാണ്. അതൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എളുപ്പം ഭയങ്കരമായിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ എടുക്കുക ആവശ്യമുള്ളൂ. നമുക്കിത് ഡിന്നറിന് ചിക്കൻ കറിയും പുട്ടുമാണ്. അപ്പോൾ ചിക്കൻ കറി നമ്മൾ ഓൾമോസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ചിക്കൻ ഇട്ട് 2 വിസിൽ പുട്ട് നമ്മൾ കുഴച്ച് വയ്ക്കുകയും ചെയ്യും. നമ്മൾ മിനിമലായിട്ട് ഒരു അവക്കാഡോ സ്പ്രെഡും പിന്നെ കുറച്ചൊരു എരിവ് ആവശ്യമുള്ളത് കാരണം കുറച്ചൊരു ചില്ലി സോസ് മാത്രം ഇടുന്ന കേട്ടോ. പിന്നെ ബർഗർ ആക്ച്വലി ഞാൻ ഇതിൽ ബർഗർ പാറ്റി പിന്നെ ഇതിൽ ഞാൻ ശരിക്കും കുക്കുംബറും ഒക്കെ വെക്കാറുണ്ട്. പക്ഷെ കുക്കുംബറൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇത് തന്നെയുള്ളൂ. വേണമെങ്കിൽ കുറച്ച് ഹാലപ്പീനോസും കൂടെ വെക്കാം. എൻ്റെ ഇഷ്ടമുള്ള വെജീസും ഒക്കെ വെക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഇത് ചിക്കൻ ബ്രസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ പാറ്റിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹൈ പ്രോട്ടീനാണ്. അടിപൊളി. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. കുറച്ച് ഫൈബറും കൂടെ ഒക്കെ ആവായിരുന്നു, പക്ഷെ ഒന്നും ആയില്ല.
ഇത് മാർസിന്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇവിടെ ലൈറ്റിങ്ങിന്റെ എന്തോ പ്രശ്നം കാരണം ഇതിന്റെ ഫുൾ ഭംഗി അങ്ങോട്ട് കിട്ടുന്നില്ല. ഞാൻ പുറത്തിറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഇത് പക്ഷെ നല്ലൊരു ഷെയ്ഡാണ്. ഞാൻ സാധാരണ ഉപയോഗിക്കാത്തൊരു ഷെയ്ഡാണ് ഇത്. കണ്ണട വയ്ക്കാത്തോണ്ട് മുഴുവൻ വായിക്കാൻ പറ്റുന്നില്ല. കണ്ണട പവർ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അപ്പോയിൻമെന്റ് എടുക്കണം എനിക്ക് പോയിട്ട്. പിന്നെ യുവിയുടെ ഫീഡിങ് ബോട്ടിലും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റണം എന്ന് കുറച്ചായി വിചാരിക്കണം. ഒരു 1 വീക്കായി വിചാരിച്ചിട്ട്. അപ്പോൾ ഒരു ഫീഡിങ് ബോട്ടിൽ വാങ്ങിക്കണം. ഈ ക്യാമറയിൽ കാണാൻ എന്തോ പേടിയാവുന്നു കേട്ടോ. ഇവിടെ അത്ര വൃത്തിയിടില്ല. ലൈറ്റിങ്ങിൻ്റെ എന്തോ പ്രശ്നമാണ്. ഞാൻ എത്ര നേരം എടുത്തിട്ടാ റെഡി ആവണം. കുറച്ച് നേരം കൊണ്ട് ചുള്ളനാവുന്നത് എങ്ങനെയാണ് വിഷ്ണു? എന്താണ് ഈ ഒരു സീക്രട്ട്? കണ്ടോ, ഇതാണ് ആ ലിപ് കളർ. നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ ഭേദമായിട്ടില്ലേ കാണാൻ. അപ്പോൾ നല്ല ലിപ് കളർ. ഈ മാർസ് ബ്രാൻഡ് ശരിക്കും നല്ല ബ്രാൻഡാണ്. ഒരു പ്രൊഡക്ട്സ് ഭയങ്കര ഗുഡാണ്. ഭയങ്കര അഫോർഡബിൾ പ്രൈസാണ്. എല്ലാം കൊണ്ടും ആകെ മൊത്തം എനിക്കിഷ്ടമുള്ള ബ്രാൻഡാണ്. ഞാനിപ്പോൾ കുറച്ചായിട്ട് അവരിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഭയങ്കര നല്ല ബ്രാൻഡാണ്. വിഷ്ണു മുടി വെട്ടാൻ വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. വിഷ്ണു ഇവിടെ മുടി വെട്ടാൻ വേണ്ടി പോവാം. ഞാൻ ഇവിടെ തന്നെ ഒരു സെൻറ്ററുണ്ട്. ഇവിടെ 1-2 കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു. ഈ സ്ഥലത്തിന് സിംഫണി എന്ന് പറയും കേട്ടോ. ഒരു കുഞ്ഞ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ളത്. ഇവിടെ April 27 ഇവിടുത്തെ കിങ്സ് ഡേ ആണ്. കോണിങ്സ് ഡാ. എൻ്റെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതുകൊണ്ട് കുറേ ഓറഞ്ച് സാധനങ്ങൾ നമുക്കിങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായി. കിങ്സ് ഡേ എന്ന് പറയുമ്പോഴേ അതൊരു സംഭവം സെലിബ്രേഷൻ ആട്ടോ. ഒരു രാജ്യം മുഴുവൻ കിങ്ങിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അന്ന് പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും വ്ളോഗ് എടുക്കാം. അപ്പോൾ അതൊരു ഭയങ്കര സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് എല്ലാവരും ഓറഞ്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് സെലിബ്രേഷന് വേണ്ടി പോവുക. അതിൻ്റെ സംഗതികളാണ് ഇപ്പോൾ അധികം കടകൾ. ഇത് ഞാൻ യുവിക്ക് വാങ്ങിക്കണം എന്ന് വിചാരിച്ച് ഓൺലൈൻ നോക്കി വെച്ചിരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഗാർഡനിൽ ഒരു ചെറിയ യുവിക്ക് ഇരിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പൂള് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുഞ്ഞു പൂള്. അതിലൊന്ന് കുറച്ച് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ ഇനി സ്വിമ്മിംഗ് പൂളിലൊക്കെ കൊണ്ടുപോയി തുടങ്ങണം. അപ്പോൾ ഇതൊക്കെ അതിന് വേണ്ടി വാങ്ങിയതാണ്. കുറച്ച് കാലമായി വാങ്ങിക്കണം എന്ന് വിചാരിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. വെതർ ഒന്ന് ബെറ്റർ ആയിട്ട് വാങ്ങിക്കാച്ചിട്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോഴും അങ്ങനെ പുറത്തിരിക്കാൻ മാത്രം ചൂടൊന്നും ആയിട്ടില്ല കേട്ടോ. ആദ്യം ബാത്ത് ടബിലൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നോക്കാം. അവന് കുറച്ച് പുതിയ ബാത്ത് ടബ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വെള്ളത്തിനോടുള്ള തുടക്കം ഇന്ന് അങ്ങനെയാവട്ടെ. ഹേമയുടെ അകത്തോട്ടൊക്കെ കണ്ടോ, ഓറഞ്ച് കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞിരിക്കുകയാണ്. യുവിക്ക് വാങ്ങിക്കണം ഓറഞ്ച് കുറച്ച് പ്രോപ്പർട്ടീസ്. നമ്മളന്ന് പുറത്തെവിടെയെങ്കിലും പോകാമെന്ന് വിചാരിക്കുന്നുണ്ടേ. അപ്പോൾ യുവിയെ നല്ല ഓറഞ്ച് ഡ്രസ്സൊക്കെ ഇടിച്ച് കൊണ്ടുപോകാം നമുക്ക്. കിങ്സ് ഡേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സും പ്രോപ്പർട്ടീസും ഒക്കെ നമുക്ക് വാങ്ങിക്കണം. പക്ഷെ ഇന്ന് വേണ്ട. യുവിനെയും വിഷ്ണുവിനെയും കൂട്ടി വേറൊരു ദിവസം വരാം നമുക്ക്. കിങ്സ് ഡേക്ക് ഏറ്റവും വലിയൊരു സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലം ആംസ്റ്റർഡാം സെൻട്രൽ തന്നെയാണ് കേട്ടോ. എല്ലാ കൊല്ലം നമ്മൾ അധികം അവിടെ തന്നെ പോവാറ്. പക്ഷെ ഇത്തവണ നമ്മൾ കുറച്ച് സൈലന്റ് ആയിട്ടുള്ള എവിടെയെങ്കിലും പോകാൻ വിചാരിച്ചു. ഒന്ന് യുവി ഉണ്ട്, 2 ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ നമുക്ക് കുറച്ച് സൈലന്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഹാറിലും മറ്റോ പോകാമെന്നാണ് വിചാരിക്കണേ. ഇത്ര ബഹളം ഉണ്ടായിരിക്കില്ല. കുറച്ച് കാലമായിട്ട് വാങ്ങിക്കണം, ഒക്കെ ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന നൈറ്റാണ്. ഇന്നത് വാങ്ങി 2 ആഴ്ചയായി വിചാരിച്ചുകൊണ്ടിരിക്കണം. ഇനി ഒരാഴ്ചയായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് എനിക്ക് സ്വന്തം തോന്നുന്നത് മാമിന് ഡച്ച് കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങിയിരിക്കണം. ഞാൻ മനസ്സിലാക്കണം എന്നുള്ള വിചാരിച്ച ഒരാൾ പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങിയിരിക്കണം. വിഷ്ണുവിൻ്റെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. വിഷ്ണു പ്രോപ്പർലി ഇങ്ങനെ ഹെയർ കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളൊന്നും അല്ല കേട്ടോ. വല്ലപ്പോഴും ഒരു ബോധോദയം ഉണ്ടാകുമ്പോൾ പോയി അങ്ങോട്ട് മുടി വെട്ടുന്നതാണ്. എനിക്ക് ഒരു ചേഞ്ച് തോന്നണോ? നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ നന്നാവും. പിന്നെ ഒരു 3 ആഴ്ച നമ്മളിങ്ങനെ നശിക്കും. ഇല്ല, രസമുണ്ട്. വിഷ്ണുവിൻ്റെ സ്റ്റൈലിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്റ്റൈൽ ചെയ്താണോ വിഷ്ണു? പക്ഷെ രസമുണ്ട്. കുറച്ച് ലൂസായിട്ടുള്ള പാൻസ്, സ്ട്രെയിറ്റ് പാൻസ്, കുറച്ച് ലോങ് ആയിട്ടുള്ള ടീഷർട്ട്, അതിൻ്റെ മുകളിൽ ക്രോപ്പ് ആയിട്ടുള്ള ഒരു ജാക്കറ്റ്. ഇതാണ് റോസ് ഗിഫ്റ്റ് കൊടുത്ത ജാക്കറ്റ് ബർത്ത്ഡേക്ക്. പിന്നെ ആ ബാഗ് കാണിക്കൂ, കയ്യിലൊരു ടോട്ട് ബാഗും. ഇനി ഒട്ടും ഇങ്ങനെ താൻ സ്റ്റൈലായി നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ചെറിയ 1-2 പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. എത്താനായപ്പോൾ എനിക്ക് നല്ല തലവേദന ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വെട്ടിപ്പൊളിയുന്നു. നേരത്തെ വെയിലും വെളിച്ചമൊക്കെ ഉള്ളതിൻ്റെ സന്തോഷം പറഞ്ഞല്ലേ. എനിക്കാണെങ്കിൽ സൺഗ്ലാസ് ഞാൻ പ്രോപ്പർലി വെച്ചില്ല ഇറങ്ങിയപ്പോൾ. അപ്പോൾ എനിക്ക് അതിൻ്റെ മൈഗ്രെയിൻ അടിച്ചതും ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ വയ്യായി ഉണ്ടല്ലോ, തല അങ്ങനെ പൊളിയണം. ഭയങ്കര പൊളിയണം. വിഷ്ണു യുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഒരു 10 മിനിറ്റെങ്കിലും കിടക്കുമ്പോഴേക്ക് തലവേദന ഒന്ന് ബെറ്റർ ആവുമോ നോക്കട്ടെ. വരുമ്പോഴേക്ക് തലവേദന മാറി കിട്ടിയാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. ഒരു 10-15 മിനിറ്റ് ഉറങ്ങി എണീറ്റപ്പോൾ എൻ്റെ തലവേദന കുറച്ച് കുറഞ്ഞു കേട്ടോ. യുവിനെ കൂട്ടാൻ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാനും പോകാറുണ്ട്. കാരണം നമ്മളെ കണ്ട് റെക്കഗ്നൈസ് ചെയ്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ചിരിച്ച് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന കാണുമ്പോൾ ഒക്കെ രസമല്ലേ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ യൂഷൻ നല്ല ഉറക്കമായിരുന്നു. യൂഷനെ കുത്തി പൊക്കിയിട്ട് എടുത്ത് കിടന്നതാണ് അല്ലേ യൂഷ്? ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം കിടന്നങ്ങടെ ഉറങ്ങി. ഫുൾ ഫോക്കസ് യൂഷിൻ്റെ ചെവിയാണല്ലോ. ഒരു ഗ്യാപ്പ് തരുമെങ്കിൽ യൂഷിയുടെ മുഖം. യൂഷ്
ചെവി കൂടുതൽ ഫോക്കസ് ആവുക എന്നുള്ളത് യൂഷ് ഇവിടെ ഉറങ്ങി എണീറ്റതിന്റെ മന്ദതയിലാണ്. യൂഷ് നല്ല തണുപ്പുണ്ട് കേട്ടോ, കാറ്റിന് ചെറിയ തണുപ്പുണ്ട്. ഹേ യൂഷ്, യൂഷിക്ക് ഗുഡായിരുന്നോ ഡേക്കേട് പോയിട്ട്? ഗുഡായിരുന്നോ ഡേക്കേട് പോയിട്ട്? ഉറങ്ങി എണീറ്റതിന്റെ മന്ദത എപ്പോഴും മുഖത്തുണ്ട്. അവര് പറയുന്നത് നല്ല ഉറക്കായിരുന്നു, ചുമന്നിരിക്കുന്ന മുഖമൊക്കെ. ആണോ? ഗുഡ് ഡേ ആയിരുന്നോ? ഉച്ചക്ക് പാസ്തയാണല്ലോ ഒന്ന് കഴിച്ചത്. ഇന്ന് പാലൊക്കെ കുച്ച് ഗുബോയ് ആയിരുന്നാണല്ലോ പറഞ്ഞത്. ആണോ? പ്ലേമാറ്റിൽ കടക്കാനുള്ള ആഗ്രഹം. യുബിയുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ക്രാക്കറാണ് കേട്ടോ. ഇത് കോണിൻ്റെ ക്രാക്കറാണ്. ഇത് ഭയങ്കര സോഫ്റ്റാണ്. കടിച്ചു കഴിഞ്ഞാൽ തന്നെ വായിൽ സലൈവനായിട്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് അങ്ങോട്ട് അരിഞ്ഞു പോയിക്കോളും. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് കടിച്ചിറക്കാൻ പറ്റും. ഈ പേരൻറ്ഹുഡ് അല്ലെങ്കിൽ മദർഹുഡ് എന്ന് പറയുന്നത് എന്തൊരു ഡിഫറെൻ്റ് ആൻഡ് യുണീക്ക് ആയിട്ടുള്ളൊരു ഫീലിംഗ് അല്ലേ. ഞാൻ വിചാരിക്കുകയായിരുന്നു ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ആക്ച്വലി ഭയങ്കര ഒരു നഷ്ടമായി പോയേനേന്ന്. കാരണം ഇന്നേ വരെ എനിക്ക് തോന്നാത്ത പല ഇമോഷൻസും എനിക്കുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നതും, അല്ലെങ്കിൽ ഇത്രയും സെൽഫ്ലെസ് ആയിട്ട് എനിക്ക് ഒരാൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയതും മദറായതിനു ശേഷമാണ്. ഇതൊരു മാജിക്കൽ ഫീലിംഗ് ആണ് സത്യം പറഞ്ഞാൽ. അമ്മ ചെയ്ത പല കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക ഞാനൊരു അമ്മയാവുമ്പോഴാന്ന് പറയില്ലേ, അതിൻ്റെയൊക്കെ റിയൽ മീനിങ് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. യുവി വന്നതിന് ശേഷം വിഷ്ണുവിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യാറില്ലേ? പക്ഷേ എനിക്ക് ആക്ച്വലി യുവി വന്നുകൊണ്ടാണോ അല്ലാത്തതുകൊണ്ടാണോന്ന് അറിയില്ല, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വിഷ്ണുവിൽ ഏറ്റവും കൂടുതൽ തോന്നുന്നൊരു മാറ്റം, ഞാനൊന്നും പറയാതെ തന്നെ വിഷ്ണു ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. അതായത് വാക്വം ചെയ്യുക, മോപ്പ് ചെയ്യുക, ഇതൊന്നും ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ വീട് ഫുള്ള് നീറ്റായിട്ട് ഇപ്പം അധികം എന്നെക്കാളും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് വെക്കുന്നത് വിഷ്ണുവാണ്. എനിക്കിപ്പോൾ അത് ഭയങ്കര കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മാറ്റം വന്നൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കുറേയൊക്കെ കച്ചറയാക്കാൻ വേണ്ടി തുടങ്ങി തോന്നുന്ന സ്ഥലം. നമുക്ക് ഒരാളിങ്ങനെ വൃത്തിയാക്കുമ്പോൾ മറ്റൊരാൾ കുറച്ചിങ്ങനെ പരത്തണമല്ലോ. യുബിക്ക് ഇന്ന് ഡിന്നറിന് സ്വീറ്റ് പൊട്ടറ്റോയും സ്വീറ്റ് കോണും പിന്നെ ചിക്കനുമാണ്. എല്ലാ ആഴ്ചയും ഞാൻ അവന് ഒരു പുതിയ വെജിറ്റബിളും ഒരു പുതിയ ഫ്രൂട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നിനും അലർജി ഇല്ലല്ലോ നോക്കിയതിന് ശേഷമാണ് പിന്നെ അത് പ്രോപ്പർലി മീലിൽ ഇൻക്ലൂഡ് ചെയ്യാറ്. ഡിന്നർ കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ ഈ മാറ്റിലിരുന്നിട്ടൊന്ന് നമ്മൾ 3 പേരും കൂടെ കളിക്കും. അതിന് ശേഷമാണ് അവനിന്ന് നല്ലോണം തുടപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഉറക്കാൻ വേണ്ടി കൊണ്ടുപോകാറ്. ഒന്ന് കഴിച്ചുടനെ തന്നെ ഉറങ്ങുന്ന അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം കളിച്ച് ഒന്ന് ഡൈജഷൻ പ്രോസസ്സൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഉറക്കാൻ വേണ്ടി കൊണ്ടുപോകാറ്. വിഷ്ണു യുബീനെ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയത് കേട്ടോ. ഇപ്പോ സമ്മർ ആയത് കാരണം, സമ്മർ തുടങ്ങാനായത് കാരണം സൺസെറ്റ് അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടാണല്ലോ. അപ്പൊ ചില ദിവസം വൈകുന്നേരം നമ്മൾ യുബീനെയും കൊണ്ട് നടക്കാൻ പോകാറുണ്ട്. അപ്പൊ ഇന്നൊന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പൊ യുബീനെ സ്ലീപ്പ് സ്യൂട്ടിക്ക് മാറ്റിയതിന് ശേഷം പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി ഇൻ കേസ് അവൻ ഉറങ്ങുകയാണെങ്കിലും അത് ഇരുന്നിട്ടൊന്ന് ഉറങ്ങിക്കോളൂല്ലോ. ഞാനിപ്പോ കുട്ടാവുന്ന സമയം എന്താണിത്, നമ്മളൊരു ഷോർട്ട് വാക്കിന് വേണ്ടി പുറത്തിറങ്ങിക്കുകയാണ്. ഇപ്പോൾ വെതർ കുറച്ച് ബെറ്റർ ആയതിനു ശേഷം നമ്മൾ പ്രത്യേകിച്ച് ചെറിയൊരു വാക്കിന് യുവീനെയും കൊണ്ട് പോകാറുണ്ട്. ഇനി കുറച്ചും കൂടെ വെതർ ബെറ്റർ ആയാൽ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകില്ലേ യുവീനെയും കൊണ്ട്. അല്ല, എനിക്കൊരാഗ്രഹം ലോങ് ഡ്രൈവ് പെട്ടെന്ന് മനസ്സിൽ വന്നത് പറഞ്ഞതാ. പോവില്ല, ഞാൻ ഓട്ടോ ഒക്കെ നിർത്തി വെച്ചിട്ട് കുറച്ചായി. ഇപ്പോൾ ഓട്ടം തുടങ്ങണം എന്ന് എനിക്കൊരാഗ്രഹം. വിഷുവിന് ഓടാൻ പറ്റില്ല അല്ലേ? അല്ല, ഓടി കഴിഞ്ഞ നടുവേദന പ്രശ്നമാണ്. വിഷുവിന് സിയാറ്റിക്കയുടെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് മെയിൻ്റനൻസ് ആവശ്യം തന്നെയാണ്. അപ്പോൾ ഓടി കഴിഞ്ഞൊക്കെ ചെയ്യുമ്പോൾ നടുവിന് ഭയങ്കര പ്രഷർ വന്നിട്ട് ഓടി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇല്ല. എൻ്റെ ഓട്ടത്തിനൊക്കെ പ്രശ്നം ഉണ്ടാവുമായിരിക്കും, എൻ്റെ ബോഡിയുടെ പ്രശ്നം ഉണ്ടായിരിക്കും. അല്ലാതെ സിയാറ്റിക് കഴിഞ്ഞാൽ എല്ലാവരും ഓടാൻ പാടില്ല എന്ന് റൂളൊന്നും ഇല്ല. ഇല്ല, ഞാൻ തൻ്റെ കാര്യമാണ് പറഞ്ഞത്. അയ്യാ, അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് അല്ലല്ലോ, മറ്റേ മൊത്തത്തിൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിഷ്ണുവിന് നടുവേദന വരാറുണ്ട്. വിഷ്ണു ഓട്ടം നിർത്തി, അതുകൊണ്ട് ഞാനും ഇപ്പോൾ കുറച്ചായി ഓട്ടം നിർത്തിയിട്ട്. പക്ഷെ ഇപ്പോൾ വെതറൊക്കെ നന്നായി കഴിഞ്ഞപ്പോൾ ഓടാനൊരു ആഗ്രഹം. കുറച്ചും കൂടെയൊക്കെ ഒന്ന് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവണം. ഇതെപ്പോഴും ഉണ്ടല്ലോ, ജിമ്മ് തുടങ്ങിക്കഴിഞ്ഞ് നന്നായിട്ട് ജിമ്മ് 2 ആഴ്ച പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റൊമക്ക് ഫ്ലൂ, ഒരു പനിയൊക്കെ വന്ന് പിന്നെ ഒരു 3 ആഴ്ച പോവില്ല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ പോയിട്ട് 3 ആഴ്ചയായി. ഇനി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴേക്ക് പിന്നെ വേറൊരു കാര്യം വരും. ഇഷ്ടമുണ്ട് ഇപ്പോൾ, പക്ഷേ ഇഷ്ടം സ്റ്റൊമക്ക് ഫ്ലൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യുവി ഡേ കെയർ പോകും, പുതിയ ഓരോരോ ഐറ്റം ആയിട്ട് വരും. ഇവർ പിന്നെ കുറച്ചും കൂടെ ഫ്രഷ് ആവുന്ന കാരണം 1-2 ദിവസത്തിൽ ഇവർ റിക്കവേർഡ് ആവും. ഞാനത് 1-1.5 ആഴ്ച കൊണ്ടു നടക്കും. ഇപ്പോഴും എൻ്റെ ശബ്ദം കണ്ടോ മാറിയിട്ടില്ല, കഷ്ടപ്പാടാണ്.
ഇവിടെ ഇങ്ങനെ നമ്മുടെ വീടിനോടനുബന്ധിച്ച് കുറേ ഇങ്ങനത്തെ പാർക്കുകൾ ഉണ്ടായിരിക്കും പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ 2 വർഷമൊക്കെ കൂടുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഹെമൻറ്റിൽ നിന്ന് ലെറ്റർ വരും, എന്തെങ്കിലും കാര്യം റിന്യൂ ചെയ്യണോ അതോ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇപ്പോൾ 2-3 പാർക്കുണ്ട്. ഇതൊരു വലിയ പാർക്കാണ്. സമ്മറായി കഴിഞ്ഞാൽ കുറേ പിള്ളേരൊക്കെ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നത് കാണാം. നമ്മുടെ വീടിൻ്റെ സ്ട്രീറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് ക്രോസ് ചെയ്ത് അവിടെ ഒന്നുണ്ട്. യുവി വലുതായിട്ട് വേണം അവിടേക്ക് ഒന്ന് പോകാൻ. അപ്പോൾ കണ്ടുണ്ടോ അത്? ആ ശരി, റൂഹിനെയും സ്റ്റീവനെയും കൊണ്ടൊക്കെ പോയിട്ടുണ്ട്. ആ മരത്തിൻ്റെ അവിടെ സൺലൈറ്റ് അടിക്കുന്നുണ്ട്, അത് കണ്ടിട്ടാണ്. അവിടെ മാത്രം ഗോൾഡൻ ആയിരിക്കും അല്ലേ വിഷി? ഇതവിടെ ഗോൾഡൻ ആയിരിക്കണേ. ഇല്ല, യൂഷി ഡച്ചിൽ നാലെണ്ണം പറയുമ്പോ അച്ഛൻ തിരിച്ചു മേടിച്ചോടും. യൂഷി പറയുന്നേ നമ്മൾ പാസിഫയർ ഒരു 2 മാസത്തിൽ നിർത്തുക എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ഒരു 8 മാസം നമ്മളോട് GGD നിർത്താൻ നോക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു 10 മാസമെങ്കിലും ആകുമ്പോൾ നമ്മൾ നിർത്തും. കഴിഞ്ഞു കേട്ടോ, ഇത് നമ്മളിങ്ങോട്ട് എടുക്കും. ഈ ഇറ കഴിഞ്ഞു. യുവീനെ രാത്രി കിടത്തി വന്നാൽ ഞാനും വിഷ്ണുവും കൂടെ പിന്നെ കുറച്ചു നേരം കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കാറുണ്ട്. യുവീനെ കിടത്തൽ ഇപ്പം അത്ര ടയറിങ് ആയിട്ടുള്ള പരിപാടിയല്ല കേട്ടോ. കാരണം അവന് സ്ലീപ്പ് ബാഗിൽ നമ്മൾ വെച്ചതിന് ശേഷം കിടത്തി കഴിഞ്ഞ് മ്യൂസിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവൻ തന്നെ കിടന്ന് ഉറങ്ങിക്കോളും. ഇത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 9 വയസ്സാകുമ്പോൾ ഇനി അവൻ ഒറ്റയ്ക്ക് കുളിക്കുമായിരിക്കുന്നു. സത്യം പറഞ്ഞാൽ 1 വയസ്സാകുമ്പോൾ ഗ്രോസറി ലിസ്റ്റും കൊടുത്ത് അവൻ ആൽബർട്ടയ്ക്ക് പറഞ്ഞയക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ചുമ്മാ കേട്ടോ. അപ്പോൾ എന്തായാലും അവൻ കിടന്ന് ഉറങ്ങി. വിഷ്ണു ഇതേ ഡിന്നർ കഴിക്കുകയാണ്. ഞാനും മേല് കഴുകി വന്നതിന് ശേഷം ഡിന്നറൊക്കെ കഴിച്ചു. ഇനി കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ കാര്യങ്ങളിലോട്ട് കിടക്കും. വിഷ്ണു കൂടുതൽ പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കും. ഇന്ന് രാത്രി ഞാൻ ടോട്ടലി ഒരു റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. നാളെയും ഞാൻ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചൊരു ദിവസമാണ്. കാരണം ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്ക് അത്യാവശ്യം പനി ഫീൽ നല്ലോണം കൂടിയിട്ടുണ്ടായിരുന്നു. യുവി ഡേ കെയറിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം ഇവിടെ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും നമുക്കൊരു വൈറസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ അവന് പെട്ടെന്ന് മാറും, ഞാനിത് ഒരു 2 ആഴ്ച കൊണ്ടു നടക്കും. പിന്നെ ഇവിടെ ജീപ്പിലെടുത്തൊക്കെ പോകുമ്പോൾ ഇതവർ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പറയുന്നത്. ഇവനൊരു 2 വയസ്സ് 2.5 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഇവൻ അത്യാവശ്യം നല്ല ഇമ്മ്യൂൺ ആയിട്ടുണ്ടായിരിക്കും. പിന്നെ അവൻ അസുഖങ്ങൾ വരുന്നതൊക്കെ ഭയങ്കര കുറയുമെന്നാണ് ഇവിടെ ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. ഇവിടെ ചിക്കൻ ബോക്സ് തന്നെ വളരെ നോർമൽ ആയിട്ടുള്ളൊരു അസുഖമായിട്ടാണ് കാണുന്നത് കേട്ടോ. പിള്ളേർക്ക് ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ അവർ ഡേ കെയറിൽ വിടും. അതൊരു പ്രശ്നമായിട്ടേ അവർ കാണുന്നില്ല. സമ്മറായി കഴിഞ്ഞാൽ ചിക്കൻ ബോക്സിൻ്റെ ഒക്കെ പകരുന്നതൊക്കെ കുറച്ച് കൂടുമല്ലോ. അതുകൊണ്ട് ഞാനും വിഷ്ണുവും ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ഒരു വാക്സിൻ എടുക്കാൻ സമ്മതിക്കില്ല. അസുഖം വന്നു പോകുന്നത് വേണമെന്നാണ് പറയുക. അപ്പോഴാണ് ബോഡി കൂടുതൽ ഇമ്മ്യൂൺ ആവുകയെന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വിഷ്ണു പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വിഷ്ണുവിന് ഇപ്പോൾ ആക്ച്വലി കുറച്ചൊരു ടഫ് ടൈമാണ് കേട്ടോ. വിഷ്ണുവിന് മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഒരു ജോബിലൊരു ചെറിയ ചേഞ്ച് വരുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം എല്ലാവരും അവരുടെ നോളേജും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആക്കി വെച്ച് കൂടുതൽ കോമ്പറ്റേറ്റീവ് ആയാൽ മാത്രമാണ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെയാണ് വിഷ്ണു ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുവീനെ നമ്മളിപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സ്ലീപ്പ് ബാഗ് ഇടിച്ച് ക്രിബിൽ തന്നെയാണ് കേട്ടോ കിടത്താറ്. ഇപ്പോൾ അവൻ നന്നായിട്ട് മൂവ് ചെയ്യും ഉറക്കത്തിലും. അപ്പോൾ അതുകൊണ്ട് ബെഡ് കിടത്തി കഴിഞ്ഞാൽ അവൻ വീഴാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉള്ളത് കാരണം ക്രിബിൽ തന്നെയാണ് നമ്മൾ അധികം കിടത്താറ്. പക്ഷെ ഞാൻ രാത്രി റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവനെ എടുത്ത് കയ്യിലോട്ട് പിടിക്കും. പിന്നെ അതിനുശേഷം ബെഡിൽ തന്നെയാണ് ഇപ്പോൾ അധികം കിടത്തി ഉറക്കാറ്. വിഷ്ണുവിനായിരുന്നു ആദ്യമൊക്കെ കുട്ടി ക്രിബിൽ തന്നെ കിടക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള വാശി ഉണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് ഡബിൾ മൈൻഡായിരുന്നു. ക്രിബും എനിക്ക് ഓക്കെ ആയിരുന്നു, ബെഡും എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും ഇവൻ ജനിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ കൂടുതൽ രാത്രി എൻ്റെ ഒപ്പം കിടക്കുന്നത് തന്നെയാണ് ഞാൻ എൻജോയ് ചെയ്യുന്നതും എനിക്ക് ഇഷ്ടമുള്ള കാര്യം. ഈ ഉറങ്ങുന്ന സമയത്ത് ഇവരെ നോക്കിയിരിക്കാൻ വേണ്ടി എന്തൊരു രസമല്ലേ. ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളത് പോലത്തെ ഒരു ഫീലാണ്. എൻ്റെ അടുത്ത് അമ്മയൊക്കെ പറയായിരുന്നു, ഞാൻ ഭയങ്കര വികൃതിയായിട്ടുള്ള കുട്ടിയായിരുന്നുവല്ലോ, എന്നെ രാവിലെ അമ്മ ചീത്ത പറയേ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങുന്ന സമയത്ത് നോക്കിയിട്ട് നമുക്കതിന് ഭയങ്കര വിഷമം തോന്നുന്നുള്ളത്. ഞാനിപ്പോൾ അതൊന്നും യുവിനെ പറയാറില്ല. എന്നാൽ പോലും ഇവന് ഉറങ്ങുന്നത് നോക്കിയിരിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാത്രി വിഷ്ണു കിടക്കാൻ വേണ്ടി വന്നു. ഞാൻ എന്തായാലും രാത്രി കുറച്ച് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു ദിവസമാണ്. ഞാൻ മുന്നത്തെ ഓരോരോ വ്ളോഗൊക്കെ എടുത്ത് നോക്കുക, അതേപോലെ ഒരു പടം കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ഇന്നത്തെ രാത്രി നാളെയും ഞാൻ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. അങ്ങനത്തെ ഒരു സമയം ആവശ്യമാണല്ലോ. അപ്പോൾ അത്രയൊക്കെയാണേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഉടനെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. അധികം സമയം കളയാതെ പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. ടാറ്റാ.